ശ്രീ ലാൽകുമാർ നോക്കൂ, വിശാല അർത്ഥത്തിലുള്ള പൊളിറ്റിക്സിനെ കുറിച്ചാണ് ശ്രീകുമാർ പറയുന്നത്. അങ്ങനെ സംഭവിക്കുമെങ്കിൽ നല്ല കാര്യം. BJP-യെ മാറ്റി നിർത്താനായി തങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കോൺഗ്രസ് മത്സരിക്കട്ടെ എന്ന നിലയിൽ നിലപാടൊക്കെ സ്വീകരിക്കാൻ മാത്രം കഴിയുന്നവരാണോ കേരളത്തിലെ ഗ്രൂപ്പുകൾ കോൺഗ്രസിന്റെ? നടപടിയുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, ശ്രീകുമാറിയേട്ടന്റെ ഇന്നത്തെ ഡിബേറ്റിന്റെ ഒരു ലൈൻ നോക്കൂ. ശ്രീകുമാറിയേട്ടൻ പറയാൻ ശ്രമിക്കുന്ന വളരെ രസകരമായ ഒരു കാര്യമാണ്. കാര്യം, കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നു. അതുകൊണ്ട് കേരളത്തിലുള്ള എല്ലാ പരമാവധി വോട്ട് സീറ്റുകൾ ഈ പറയുന്ന കോൺഗ്രസിന് കിട്ടണം. എന്നുവെച്ചാൽ ട്രിക്ക് വളരെ സിമ്പിൾ ആണ്. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റ് കിട്ടാനുള്ള സാഹചര്യം കോൺഗ്രസിനുണ്ട്, ഉണ്ടാകണം. അതിന് ബാക്കിയുള്ള കക്ഷികളെ അല്ല ജയിപ്പിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മുന്നണിയിൽ പോലും ഉള്ളവരല്ല കോൺഗ്രസ് ആണ് ജയിക്കേണ്ടത്. അപ്പൊ പിന്നെ CPM-നെ ജയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? CPM അല്ലല്ലോ ജയിക്കേണ്ടത്, ഞങ്ങളാണല്ലോ ജയിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ നോക്കുന്നത്. ഇതാണ്, നമുക്ക് കാര്യം മനസ്സിലായി. നോക്കൂ, ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ നിന്ന് ആര് ജയിച്ചാലും, BJP അല്ലാത്ത ആര് ജയിച്ചാലും നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ അത് BJP വിരുദ്ധ വോട്ടുകളിലേക്കാണ്. ഒരു കോൺഗ്രസ്സുകാരൻ അവിടെ ഉദാഹരണത്തിന് പാർലമെന്റിൽ പോവുകയും വോട്ട് ചെയ്യാൻ പോകാതിരുന്നാൽ പോലും അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും ഒരു CPM-ന്റെയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകത്തില്ല. ലീഗിന്റെ ആൾ പോലും പലപ്പോഴും വോട്ട് ചെയ്യാതെ വീട്ടിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്ന നറേറ്റീവ് അത് കേരള കോൺഗ്രസ് ശ്രീകുമാറിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു വെക്കാൻ പോകുന്ന ഒരു ലാർജർ നറേറ്റീവ് വളരെ ഭംഗിയായി നമ്മുടെ മുന്നിൽ വെച്ചാണ്. ഞാനതങ്ങ് തുറന്നു പറഞ്ഞേ ഉള്ളൂ. പിന്നെ അടുത്തത്, കോൺഗ്രസ് ആണ് വരാൻ പോകുന്നത്. ഇതേ വർത്തമാനം, ഇതേ ശൈലിയിലുള്ള വർത്തമാനം ഇവർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതല്ലേ. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകണം, അതിന് കേരളം ഒന്നിച്ചു നിൽക്കണം. അവസാനം അവിടെ എവിടെയെങ്കിലും നിൽക്കേണ്ട മനുഷ്യനാണ്. ഞാൻ രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ. അവിടെ എവിടെയെങ്കിലും കർണാടകത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന UP-യിലോ ബീഹാറിലോ മഹാരാഷ്ട്രയിലോ അവിടെ ഒക്കെ ഓടിപ്പടിച്ച്, UP-യിൽ അദ്ദേഹം ദാരുണമായി തോറ്റു, അത് പോട്ടെ, ദാരുണമായ അന്ത്യം എന്നൊക്കെ പറഞ്ഞ പോലെ ദാരുണമായ ഒരു തോൽവിയാണ് അവിടെ ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തെ കെട്ടി ആനയിച്ചുകൊണ്ട് കേരളത്തിൽ കൊണ്ടു നിർത്തി. കേരളത്തിൽ കൊണ്ടു നിർത്തിയപ്പോൾ ഒരു വികാരം അദ്ദേഹത്തിന് അനുകൂലമായി ഉണ്ടായി. കോൺഗ്രസിന്റെ ബാക്കി എല്ലാവരും ജയിച്ചു. ഇവിടെ അവർക്ക് 5 സീറ്റോ 10 സീറ്റോ കൂടുതൽ കിട്ടിയപ്പം ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു 50 സീറ്റെങ്കിലും മിനിമം അവർക്ക് അവിടെ നോർത്ത് ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അത് കോൺഗ്രസ്സുകാരോട് ഇപ്പൊ പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല എന്നറിയത്തില്ല. കോൺഗ്രസ്സുകാരോട് അല്ലാതെ നിങ്ങൾ യു ടോക്ക് ദം ഇൻ പ്രൈവറ്റ്, ദേ വിൽ കൺഫെസ് ദാറ്റ് ദേ ഹാവ് ലോസ്റ്റ് അറ്റ്ലീസ്റ്റ് 50. അത്രയും വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നു. കാര്യം, കഴിഞ്ഞ സർക്കാരിനെതിരെ നല്ല വികാരം ഉണ്ടായിരുന്നു. ഈ പുൽവാമ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എങ്കിൽ ഇച്ചിരൂടെ ബെറ്റർ റിസൾട്ട്സ് എല്ലാ പാർട്ടികൾക്കും കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അത് അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ് എത്ര എഫിഷ്യന്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നു, അതിന്റെ ഓർഗനൈസേഷൻ എങ്ങനെ നന്നായിട്ട് പോകുന്നു എന്നുള്ള ചോദ്യം പ്രഥമമായി നമ്മൾ ചോദിക്കേണ്ട കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ അവിടെ നിങ്ങളെ അങ്ങോട്ട് ജയിപ്പിച്ചു വിടുന്നത്. കാര്യം ഇവിടെ വേറൊരു പാർട്ടി കൃത്യമായി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം, കൃത്യമായി BJP-ക്ക് വിരുദ്ധ നിലപാടെടുക്കുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 196 BJP-യും കോൺഗ്രസും ഹെഡ് ടു ഹെഡ് ഫൈറ്റ് ചെയ്തു. ഹെഡ് ടു ഹെഡ് ഫൈറ്റ് ചെയ്തത് 196 എന്തായാലും 190-നും 200-നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ്. ഞാൻ ഈ അടുത്ത നമ്പർ ഒട്ടും തെറ്റല്ല, ഞാൻ പറയുന്നത് 100% ശരിയുള്ള നമ്പറാണ്. അടുത്ത നമ്പർ 16 മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത്. 16, വെറും 16. ഇവര് ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ ആ 16 ഒരെണ്ണം തരൂരും കൂടെയാണ് കേട്ടോ. അവിടെ CPM ആണല്ലോ, CPI അല്ലല്ലോ. രണ്ടാമത് വന്നത് BJP ആണല്ലോ. അപ്പൊ സത്യത്തിൽ 15 BJP-യെ ഇഫക്റ്റീവ്ലി അവർക്ക് തോപ്പിക്കാൻ പറ്റിയത്. ബാക്കിയുള്ളിടത്തെല്ലാം തോറ്റു. ഇവർക്ക് അതിനുള്ള സംഘടനാ ശക്തിയെ പലപ്പോഴും ഉള്ളൂ, അതിനുള്ള രീതിയിലേ അവർ പ്രവർത്തിക്കാറുള്ളൂ. ഇപ്പൊ നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇപ്പൊ ഈ അവസാന നിമിഷമാണ് യാത്ര. ഇപ്പൊ അവര് പാർലമെന്റ് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ അറ്റ് പ്രസന്റ് മൊമെന്റ്, എന്നെ കേൾക്കുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, ഭാരത് ജോഡോ യാത്ര തുടങ്ങേണ്ടത് സംസ്ഥാനത്തു നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, അത് നോർത്ത് ഇന്ത്യൻ ഹാർട്ട്ലാൻഡിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള അന്ന് പറഞ്ഞൊരു കാര്യമാണ്. അന്ന് ഇവര് ഇനിയും വരും എന്നൊക്കെ പറഞ്ഞു. ഈ മന്ത്രിസഭ അവര് പാർലമെന്റ് പിരിച്ചുവിടുവാണെങ്കിൽ പിന്നെ ഈ യാത്ര നടത്താനുള്ള സമയം അവർക്ക് കിട്ടുമോ? ഇങ്ങനെ ഞാൻ ചോദിക്കാൻ കാരണം,
നമ്മൾ ഈ പറയുന്ന ലോക്സഭ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. കാര്യം അവർക്ക് അയോധ്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉചിതമായ സമയമാണിത്, ഏറ്റവും ഉചിതമായ കണ്ടീഷൻസ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ അവർക്കുണ്ട് എന്ന് ദേ ആർ ബിലീവിങ് ഇറ്റ്. കേരളത്തിൽ അദ്ദേഹം ചെലവഴിച്ച സമയം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരെ സീറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ നാഷണൽ ലെവലിൽ തന്നെ ഇവർക്ക് ഒരു വീക്ക്നെസ് ഉണ്ട്. സ്റ്റേറ്റിന്റെ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ തന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എന്തുവാ, കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളും കോൺഗ്രസിന് മുന്നണിയുമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഞാൻ അടിസ്ഥാനമായി പറഞ്ഞു വരുന്നത്, ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടി ആനയിച്ചുകൊണ്ട് വന്ന് ഉള്ള സീറ്റ് മതനിരപേക്ഷ മുന്നണിക്ക് കളയരുത്. കാര്യം കോൺഗ്രസിന് കിട്ടിക്കഴിഞ്ഞാൽ BJP വിരുദ്ധമാകും എന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ട്. നിങ്ങൾക്ക് ശ്രീമാറിയേട്ടൻ പറഞ്ഞ ഏറ്റവും വലിയ പോയിന്റ് എന്താ, BJP വിരുദ്ധതയ്ക്ക് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ കേരളത്തിൽ നിന്ന് അന്തരീക്ഷം ഉണ്ടാകണം. അങ്ങനെ ആദ്യ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ, രാജ്യത്ത് അങ്ങനെ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ ഈ മനുഷ്യനെ അവിടുന്ന് കെട്ടിവലിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് വയനാട്ടിൽ നിന്ന് മത്സരിപ്പിക്കരുത്. അപ്പൊ തന്നെ കോൺഗ്രസിന് ഒരു നല്ല ബെറ്റർ ഫൂട്ടിംഗ് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും ബെറ്റർ ഫൂട്ടിംഗ് കിട്ടും. ഏറ്റവും വലിയ ഒറ്റകക്ഷി ആവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അതൊക്കെ വേറെ വിജയം. അതൊക്കെ ഇപ്പോഴത്തെ തർക്കം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള പോസിബിലിറ്റി അതാണ് ആദ്യത്തെ. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും CPI-യും ലോക്സഭയും കേരളവുമായി ബന്ധപ്പെട്ട ഡൈനാമിക്സ്. അടുത്തത്, ജോസഫ് സമ്മതിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സമ്മതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വളരെ ഒരു ലൈറ്റർ വെയിനിൽ പറഞ്ഞു, ജോസഫ് സമ്മതിച്ചാലും കുഴപ്പമില്ല, സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹം ത്യാഗം ചെയ്യട്ടെ. ശ്രീരാമൻ സരയൂ നദിയിൽ ദേഹത്യാഗം ചെയ്തതുപോലെ ഈ മനുഷ്യൻ ദേഹത്യാഗം ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സീറ്റ് ത്യാഗം ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ചിലപ്പോ ഇപ്പം PJ ജോസഫിന് അത്രത്തോളം പൊളിറ്റിക്കൽ പവർ ഇല്ല. LDF-ന്റെ കൂടെ നിന്നപ്പം അദ്ദേഹത്തിന് പവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു കാലങ്ങളിലും UDF-ന്റെ കൂടെ നിന്നപ്പോഴും അദ്ദേഹത്തിന് പവർ ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അറ്റ് ദ പ്രസന്റ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ജോസഫ് അത്രത്തോളം ഒരു എന്തുവാ അൺഅവോയ്ഡബിൾ ഫോഴ്സ് ആണ് UDF-ൽ നിന്ന്. കാര്യം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയോ അദ്ദേഹം ഏതെങ്കിലും വിഷയത്തിൽ ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നതോ ആ മുന്നണി തന്നെ പ്രതികരിക്കുന്നതോ നമ്മൾ കേൾക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആലോചിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് നല്ല ശതമാനം കോട്ടയത്ത് അവരെ സ്നബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ജോസഫ് സമ്മതിക്കുമോ എന്നുള്ളതല്ല, സ്നബ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് ലീഗാണ്. ലീഗ് ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് തരണം. ശ്രീമാറിയേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശ്രീമാറിയേട്ടൻ ഞാൻ ഇരുന്ന ചർച്ചയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, വയനാട് സീറ്റോ അല്ലെങ്കിൽ വയനാട് സീറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞോന്ന് എനിക്കറിയില്ല, മൂന്നാമതൊരു സീറ്റും കൂടെ ലീഗിന് അർഹതയുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ലീഗ് അങ്ങനെ രാഹുൽ ഗാന്ധി വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ സീറ്റ് തരണമെന്ന് പറയുമെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇങ്ങോട്ട് വരരുത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ലീഗ് പറയാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.